പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ വെല്ലുവിളികൾക്കിടെ ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഖത്തറും വിതരണ ശൃംഖല സുഗമമാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു രാഷ്ട്രങ്ങളും ചർച്ച നടത്തി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ഖത്തർ നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയത്. ഖത്തർ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്യിദുമായാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി വിഷയങ്ങളിൽ ചർച്ച നടത്തിയത്. വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ആശയവിനിമയം. ഉഭയകക്ഷി വ്യാപാരം, നിക്ഷേപ സഹകരണം, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവയായിരുന്നു ചർച്ചയിൽ പ്രധാനപ്പെട്ടത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഭവ വികാസങ്ങളും ഇരുവരും അവലോകനം ചെയ്തു. ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ മൂലം പ്രതിസന്ധിയിലായ വ്യാപാര ശൃംഖല അതിവേഗത്തിൽ പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്ന് ഇരുവരും വിലയിരുത്തി. കപ്പൽ ഗതാഗതത്തിലെ അനിശ്ചിതത്വം മൂലം ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള LNG, നൈട്രജൻ വളങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി സാധാരണഗതിയിലാക്കാൻ ഇതുവരെ ആയിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ആശയവിനിമയം. കഴിഞ്ഞ സാമ്പത്തിക വർഷം $13.2 ബില്യൺ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത് $28 ബില്യൺ എത്തിക്കാനാണ് ഇരു രാഷ്ട്രങ്ങളും ലക്ഷ്യമിടുന്നത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയായിരുന്നത്. ഖത്തറുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകളും സജീവമാണ്. മീഡിയ 1, ദോഹ.